നമസ്കാരം, ഞാൻ റോഷൻ. മാർച്ച് 26-ാം തീയതി പാണക്കാട് ബഷീർ തങ്ങളെക്കുറിച്ചും ബിനാമി ഷിഹാബിനെ കുറിച്ചും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെതിരെ 27-ന് വൈകിട്ട് എന്റെ നാട്ടിൽ, എന്റെ വീടിന്റെ പരിസരത്തും എന്റെ നാട്ടിലും എന്നെ ഒന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിപ്പോയി. മുമ്പും പല തവണകളിലായി വടിവാൾ കൊണ്ടും തോക്കുകൊണ്ടും എന്റെ നാട്ടിൽ എന്നെ തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. എന്റെ വീടിന്റെ പരിസരത്ത് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എടുത്ത് പരാതി നൽകി, എനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഉടൻ തന്നെ SP സാർ ഷിഹാബുമായി സംസാരിച്ച് കുഞ്ഞാവശ്യ ഭാഗത്തേക്ക് പോകരുതെന്നും പറഞ്ഞു. വീണ്ടും അതുപോലെ സംഭവിക്കുന്നു. ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ വാക്കുകളും കൽപ്പിക്കാതെ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ നീതി കിട്ടും? അതോ മലപ്പുറം ജില്ല പാണക്കാട് തങ്ങന്മാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതോ ഇവിടെ മലപ്പുറം മുസ്ലിങ്ങളും തങ്ങന്മാർ രണ്ട് തട്ടാണോ? ഞങ്ങൾ അടിമകളാണോ തങ്ങന്മാരുടെ? നിങ്ങൾ പറയും. ഇവരെന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? തനിക്കെതിരെ റോഷൻ പറയുന്നത് കള്ളപ്രചരണമാണെന്ന് കേസ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇന്നത്തേക്ക് 4 ദിവസമായി, ഞാനൊന്നും കണ്ടില്ല. ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും കണ്ടില്ല. നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിന്റെ ശക്തമായ തെളിവുകൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വിടുന്നുണ്ട്. ഇവർ കൂട്ടിക്കൊടുക്കുന്നതിന്റെ കള്ളത്തൊപ്പി, കള്ളക്കറുത്ത തൊപ്പിയുടെ മറവിലും പച്ചക്കൊടിയുടെ മറവിലും ഇവർ ചെയ്യുന്ന കാര്യം, ഇസ്ലാം മതത്തിന്റെ പിന്നിലും ഇവർ ചെയ്യുന്ന കാര്യം ഇനി ജനങ്ങൾ അറിയട്ടെ. എനിക്ക് മുസ്ലിം ലീഗിനോടും മുസ്ലിം സമുദായത്തിനോടും ജനങ്ങളോടും ചോദിക്കാനെന്താണെന്ന് വെച്ചാൽ, ഇവരേറ്റവും കൂടുതൽ വൃത്തികെട്ട മനുഷ്യന്മാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ നേതൃസ്ഥാനത്തുനിന്നും ഇവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂ. EMEA കോളേജിന്റെ പ്രസിഡന്റാണ് ബഷീർ അലി. തച്ചനാട്ടിലോ പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പറാണ് ആറ്റുവീരി ശിഹാബ് തങ്ങളുടെ ഉമ്മ. ഇവരെ നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ പറയുന്ന കള്ളപ്രചരണമാണെന്ന് നിങ്ങൾക്ക് എന്നെ പരസ്യമായി എന്നെ കൊല്ലാം, അല്ലെങ്കിൽ പരസ്യമായി നിങ്ങൾക്ക് എന്നെ കല്ലരുത്, എന്ത് വേണം ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. നിങ്ങൾ പറ. ഇതൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അവൻ അയച്ചു കൊടുത്ത്? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഈ സ്ത്രീയാണ് ഇവനക്ക് സ്ത്രീകൾ എത്തിച്ചു കൊടുക്കുന്നത്, മോഡൽസിന്. അതിന് എമൗണ്ട് കേട്ട നിങ്ങൾ നെട്ടും. ഓൺലി ഫ്രം മൈ സൈഡ്, ആൾ ഈസ് മൈ ഇൻവെസ്റ്റേഴ്സ്. എല്ലാ എന്റെ ഇൻവെസ്റ്റേഴ്സ് ആണ്. എനിക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഗിഫ്റ്റാണ് തന്നെ. 50 ഒരു പെണ്ണിന് 50 വെച്ചിട്ട് 2 പെണ്ണുകളെ അന്ന് കൊണ്ടുവരാൻ നിൽക്കുന്നത്. ഫ്ലൈറ്റ്സിനാണ് കൊടുക്കുന്നത്. എനിക്ക് പ്രൊജക്റ്റ് ഒന്ന് ചെയ്യാൻ ക്യാഷ് ഒപ്പിച്ചു തരും കടമായിട്ട്. അതിന് ചെറിയൊരു പ്രത്യുപകാരമായിട്ടാണ് ഇത്. ഹൂ കം വിത്ത് യു, പ്ലീസ് സെൻഡ് നെയിം ആൻഡ് ഏജ്. 60,000 രൂപ ഒന്നിന്. 2 ആൾക്ക് 1.5 ലക്ഷം രൂപ. ടോട്ടൽ 3 നീഡഡ്. വി ആർ 3. ഇതാണ് നമ്മൾ ആശാന് ശിഹാബ് തങ്ങൾ. ഇത് ഏതില്ലത്തെ ബീവിയാണത്? ഇഷ്ടംപോലെ ഉണ്ട്. ഇത് അയച്ചെടുക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ നേരം ഉണ്ടാവും. നമസ്കാരം, ഞാൻ റോഷൻ. മാർച്ച് 26-ാം തീയതി പാണക്കാട് ബഷീർ തങ്ങളെക്കുറിച്ചും ബിനാമി ഷിഹാബിനെ കുറിച്ചും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെതിരെ 27-ന് വൈകിട്ട് എന്റെ നാട്ടിൽ, എന്റെ വീടിന്റെ പരിസരത്തും എന്റെ നാട്ടിലും എന്നെ ഒന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിപ്പോയി. മുമ്പും പല തവണകളിലായി
വടിവാൾ കൊണ്ടും തോക്കുകൊണ്ടും എന്റെ നാട്ടിൽ എന്നെ തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. എന്റെ വീടിന്റെ പരിസരത്ത് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടുത്ത് പരാതി നൽകി, എനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഉടൻ തന്നെ SP സാർ ഷിയാവുമായി സംസാരിച്ച് കുഞ്ഞാവശ്ശി ഭാഗത്തേക്ക് പോകരുതെന്നും പറഞ്ഞു. വീണ്ടും അതുപോലെ സംഭവിക്കുന്നു. ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ വാക്കുകളും കൽപ്പിക്കാതെ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ നീതി കിട്ടും? അതോ മലപ്പുറം ജില്ല പാണക്കാട് തങ്ങന്മാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതോ ഇവിടെ മലപ്പുറം മുസ്ലിങ്ങളും തങ്ങന്മാർ രണ്ട് തട്ടാണോ? ഞങ്ങൾ അടിമകളാണോ തങ്ങന്മാരുടെ? നിങ്ങൾ പറയും. ഇവരെന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? തനിക്കെതിരെ റോഷൻ പറയുന്നത് കള്ളപ്രചരണമാണെന്ന് കേസ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇന്നത്തേക്ക് 4 ദിവസമായി, ഞാനൊന്നും കണ്ടില്ല. ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും കണ്ടില്ല. നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിന്റെ ശക്തമായ തെളിവുകൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വിടുന്നുണ്ട്. ഇവർ കൂട്ടിക്കൊടുക്കുന്നതിന്റെ കള്ളത്തൊപ്പി, കള്ളക്കറുത്ത തൊപ്പിയുടെ മറവിലും പച്ചക്കൊടിയുടെ മറവിലും ഇവർ ചെയ്യുന്ന കാര്യം, ഇസ്ലാം മതത്തിന്റെ പിന്നിലും ഇവർ ചെയ്യുന്ന കാര്യം ഇനി ജനങ്ങൾ അറിയട്ടെ. എനിക്ക് മുസ്ലിം ലീഗിനോടും മുസ്ലിം സമുദായത്തിനോടും ജനങ്ങളോടും ചോദിക്കാനെന്താണെന്ന് വെച്ചാൽ, ഇവരേറ്റവും കൂടുതൽ വൃത്തികെട്ട മനുഷ്യന്മാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ നേതൃസ്ഥാനത്തുനിന്നും ഇവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? EMEA കോളേജിന്റെ പ്രസിഡന്റാണ് ബഷീർ അലി. പച്ചനാട്ടിലോ പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പറാണ് ആറ്റുവീരി ശിഹാബ് തങ്ങളുടെ ഉമ്മ. ഇവരെ നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ പറയുന്ന കള്ളപ്രചരണമാണ്. നിങ്ങൾക്ക് എന്നെ പരസ്യമായി എന്നെ കൊല്ലാം, അല്ലെങ്കിൽ പരസ്യമായി നിങ്ങൾക്ക് എന്നെ കല്ലരുത്, എന്ത് വേണം ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. നിങ്ങൾ പറ. ഇതൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അവൻ അയച്ചു കൊടുത്ത്? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഈ സ്ത്രീയാണ് ഇവനക്ക് സ്ത്രീകൾ എത്തിച്ചു കൊടുക്കുന്നത്, മോഡൽസിന്. അതിന് എമൗണ്ട് കേട്ട നിങ്ങൾ നെട്ടും. ഓൺലി ഫ്രം മൈ സെറ്റ്, ആൾ ഈസ് മൈ ഇൻവെസ്റ്റേഴ്സ്. എല്ലാ എന്റെ ഇൻവെസ്റ്റേഴ്സ് ആണ്. എനിക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഗിഫ്റ്റാണ് തന്നെ. 50 ഒരു പെണ്ണിന് 50 വെച്ചിട്ട് 2 പെണ്ണുകൾ അന്ന് കൊണ്ടുവരാൻ നിൽക്കുന്നത്. ഫ്ലൈറ്റ്സിനാണ് കൊടുക്കുന്നത്. എനിക്ക് പ്രൊജക്റ്റ് ഒന്ന് ചെയ്യാൻ ക്യാഷ് ഒപ്പിച്ചു തരും കടമായിട്ട്. അതിന് ചെറിയൊരു പ്രത്യുപകാരമായിട്ടാണ് ഇത്. ഹൂ കം വിത്ത് യു, പ്ലീസ് സെൻഡ് നെയിം ആൻഡ് ഏജ്. 60,000 രൂപ ഒന്നിന്. 2 ആൾക്ക് 1.5 ലക്ഷം രൂപ. ടോട്ടൽ 3 നീഡഡ്. വി ആർ 3. ഇതാണ് നമ്മൾ ആശാന് ശിഹാബ് തങ്ങൾ. ഇത് ഏതില്ലത്തെ ബീവിയാണത്? ഇഷ്ടംപോലെ ഉണ്ട്. ഇത് അയച്ചു കൊടുക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ